തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. ഇരുവൃക്കകളും തകരാറിലായ എളനാട് സ്വദേശി ഫൈസലിനായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു. ഫൈസൽ സഹായ സമിതി രൂപീകരിച്ചു. ഇരു കിഡ്നികളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന പഴയന്നൂർ പഞ്ചായത്ത് എളനാട് സ്വദേശി തെരുവത്ത് വീട്ടിൽ ഫൈസലിന്റെ ചികിത്സാ ചെലവുകൾ സ്വരൂപിക്കുന്നതിനായി ചെയർമാൻ മുകുന്ദന്റെ അധ്യക്ഷതയിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു. യോഗത്തിൽ കമ്മിറ്റി കൺവീനറായി ജോർജ് കുറ്റിക്കാട്ടിലിനെയും വൈസ് ചെയർമാനായി CA സേതുമാധവനെയും ജോയിന്റ് കൺവീനറായി ഷാജിയെയും അനൂപ് നീലമ്പള്ളിയെയും നിശ്ചയിച്ചു. പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമെന്ന നിലയിൽ വാർഡ് തലത്തിൽ കമ്മിറ്റി രൂപീകരിച്ചു. പണസമാഹരണം നടത്താനും ജനുവരി ആദ്യ വാരത്തിൽ മാസ് കളക്ഷൻ ക്യാമ്പയിൻ നടത്താനും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും ചേർന്ന യോഗത്തിൽ ധാരണയായി. കഴിഞ്ഞ 4 വർഷമായി ഇരു കിഡ്നികളും തകരാറിലായി ചികിത്സയിൽ കഴിയുകയാണ് ഫൈസൽ. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം എത്രയും വേഗം വൃക്ക മാറ്റിവെക്കാൻ തീരുമാനിച്ചുവെങ്കിലും അതിനായി വരുന്ന ഭീമമായ തുക താങ്ങാവുന്നതിലും അധികമാണ് ഫൈസലിനും കുടുംബത്തിനും. വൃക്ക മാറ്റിവെക്കാൻ ആവശ്യമായ ധനസമാഹരണാർത്ഥമാണ് ഈ സമിതി രൂപീകരിച്ചത്. യോഗത്തിൽ വാർഡ് മെമ്പർമാരും മറ്റ് മുഖ്യ വ്യക്തികളും പങ്കെടുത്ത് സംസാരിച്ചു. CC ന്യൂസ്, പഴയന്നൂർ.